ഹായ് ഹലോ മോം സൈഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ ഞങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് നല്ലൊരു നാടന് എന്താ പറയുക മുരിങ്ങയ്ക്ക തീയലിൻ്റെ റെസിപ്പി കേട്ടോ ഞാൻ വന്നേക്കാം. നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു നാടൻ തീയൽ കേട്ടോ. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാ, എന്നാലും എന്നും വീഡിയോ ഇടണ്ടേ. അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരെൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? അപ്പോൾ ഇതിനായിട്ട് ഞാൻ ആദ്യം കുറച്ചൊരു തേങ്ങ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് തേങ്ങ വേണ്ട കേട്ടോ, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ രുചി മാറിപ്പോവും. അപ്പോൾ കുറച്ച് തേങ്ങ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതൊന്ന് മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുത്തു. അപ്പോൾ പെട്ടെന്നൊന്ന് മൂത്ത് കിട്ടും. ഇനി നമുക്കിത് കുറച്ച് നേരം ഇട്ട് ഒന്ന് വറുത്തതിന് ശേഷം വെള്ളമെല്ലാം ഒന്ന് മാറിയതിന് ശേഷം ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഇതുപോലെ നമ്മുടെ തേങ്ങ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം നമുക്കത് അരച്ചെടുക്കാം. ഇപ്പോൾ ഞാനിത് മൺചട്ടിയിലേക്ക് കറി വയ്ക്കുന്നത്. അപ്പോൾ ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഞാനിതാ 2 പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. ഇതുപോലെ നീളത്തിന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അരിയുന്നതൊന്നും വീഡിയോ എടുത്തിട്ടില്ല ഞാൻ. അപ്പോൾ അത് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് വഴറ്റാം. ഇതെല്ലാം ഒന്ന് എണ്ണയ്ക്കകത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതൊന്ന് ഇട്ടൊന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള മുരിങ്ങക്കോലും അതുപോലെ തന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ മുരിങ്ങക്കോല് ഞാൻ 2ആയിട്ട് പൊളർന്നിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ നല്ലതുപോലെ വെന്ത് കിട്ടിക്കോളും. നല്ല പിഞ്ച് മുരിങ്ങയ്ക്കായ കേട്ടോ. ഇവിടെ എൻ്റെ മുരിങ്ങയിൽ കായ്ച്ചതാണ്. അപ്പോൾ ഞാൻ ഒത്തിരി ഉള്ളത് കൊണ്ട് ഞാൻ വിചാരിച്ച ഒരു തീയലും കൂടെ ഉണ്ടാക്കി കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കാം. എണ്ണയ്ക്കകത്ത് വെള്ളമൊന്നും ഒഴിച്ച് വേവിക്കരുത്. എണ്ണയ്ക്കകത്ത് തന്നെ ഇതുപോലെ ഒന്ന് വാട്ടിയതിന് ശേഷം നമുക്ക് ഇത് കോരി മാറ്റാം. അപ്പോൾ കുറച്ച് നേരം ഒരു 2-3 മിനിറ്റ് ഒന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. 2-3 മിനിറ്റൊക്കെ ആകുമ്പോൾ മതിയാവും. പിന്നെ നമ്മൾ വേവിക്കുന്നതല്ലേ. അപ്പോൾ ഇപ്പോൾ ഇത് ഈ എണ്ണയിൽ നിന്ന് നമുക്കൊന്ന് കോരി മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതെല്ലാം കോരി മാറ്റിയതിന് ശേഷം നമുക്ക് ആ എണ്ണയിലേക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ കടുക് ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കടുകെല്ലാം നല്ലപോലെ പൊട്ടി വന്നതിന് ശേഷം 1 ടീസ്പൂണ് പെരുംജീരകമല്ലേ, അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതും കൂടെ ഒന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ ഇത് മാത്രം മതി കേട്ടോ, ഈ കറി മാത്രം മതി നമുക്ക് ചോറുണ്ണ. നല്ല ടേസ്റ്റാണ്. നാടൻ കറിയൊക്കെ അല്ലെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റല്ലേ. അപ്പോൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം കേട്ടോ, വേറെ ഓയിലൊന്നും ഉപയോഗിക്കരുത്. ഇപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ മൺചട്ടിയിൽ വെക്കുമ്പോൾ ചട്ടി നല്ല ചൂടല്ലേ. അപ്പോൾ ഈ സമയത്ത് ഞാൻ തീ നല്ലപോലെ സിമ്മിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഞാനിവിടെ ഒരു 3 ടീസ്പൂണ് മുളക് പൊടി എടുത്തിട്ടുണ്ട്. അതിട്ട് കൊടുക്കാം. അതൊന്ന് മൂത്ത് വരട്ടെ. അതിൻ്റെ പച്ചമണം ഒന്ന് മാറിയതിന് ശേഷം ഒരു 2 ടീസ്പൂണ് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഇട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. പൊടിയുടെ പച്ചമണം എല്ലാം ഒന്ന് മാറിയതിന് ശേഷം നമുക്കതിലേക്ക് 2 തക്കാളി ഞാൻ ഇതുപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നല്ല പഴുത്ത തക്കാളി, അതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കണം. ഈ സമയം ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടും. പിന്നെ ഈ സമയത്ത് വേണമെങ്കിൽ ഒരു അല്പം വെള്ളം ഒന്ന് തളിച്ച് ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് നല്ലപോലെ ഒന്ന് അടച്ച് വെച്ച് നമ്മൾ ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നല്ലപോലെ ഒന്ന് തക്കാളി ഒന്ന് ഉടഞ്ഞ് കിട്ടണം, വഴന്ന് കിട്ടണം. നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. വീണ്ടും ഒരു ഇച്ചിരി വെള്ളമെല്ലാം വേണമെങ്കിൽ തളിച്ച് കൊടുക്കാം കേട്ടോ. തളിച്ച് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ചാൽ മതിയാവും. എന്നിട്ട് ഇപ്പോൾ നല്ലപോലെ ഒന്ന് വെന്തുടഞ്ഞ് ആ എണ്ണ എല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിട്ടുള്ള പൊട്ടറ്റയും മുരിങ്ങയ്ക്കായും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ അരപ്പെല്ലാം ഇതിലൊന്ന് പിടിച്ച് നല്ലപോലെ പറ്റി പിടിക്കുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ മസാല എല്ലാ സ്ഥലത്തും ഒന്ന് പുരണ്ട് കിട്ടണം, അതുവരേക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. അതുപോലെ ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഇപ്പോൾ ഇതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്, കണ്ടല്ലോ. ഇനി നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ മിക്സാക്കി നമുക്ക്
മിക്സാക്കി കൊടുക്കാം ഒന്നുകൂടെ നല്ലപോലെ. അതിന് ശേഷം ഒന്ന് നമുക്ക് അടച്ച് വെച്ച് ഒന്ന് വേവിക്കാം. കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചാൽ മതി. ഇപ്പോൾ ദാ ഇതുപോലെ ഒന്നായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 2 മിനിറ്റ് മതിയാവും കേട്ടോ. 1 മിനിറ്റ് മതിയാവും. ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടിയിൽ പിടിക്കാതെ നോക്കിക്കോണം. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ തേങ്ങ അരപ്പില്ലേ, വറുത്ത തേങ്ങ നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ട്, അതും കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ അരച്ച പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ തേങ്ങ ഞാൻ വറുത്തതെല്ലാം കാണിച്ചായിരുന്നു. ഇനി ഇതിലേക്ക് നമുക്ക് ജാറ് കഴുകി ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. വെള്ളം ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പം മുരിങ്ങയ്ക്കായ കിട്ടുമ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്നെ കമൻറ്റായിട്ട് അറിയിക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവരിൽ മുട്ട റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഫ്രണ്ട്. ഉറപ്പായിട്ട് ഞാൻ ഉടനെ ഇടുന്നതായിരിക്കും കേട്ടോ. 2 പ്രാവശ്യം മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു മുട്ട റെസിപ്പി ഒന്ന് ചെയ്യാവോ എന്ന്. ഉടനെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതാ ഇതുപോലെ ആവശ്യത്തിനുള്ള വെള്ളം എല്ലാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് തിളപ്പിക്കണം. തിളച്ചതിന് ശേഷം ഉണ്ടല്ലോ നമ്മൾ തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കണം. കുറച്ച് വെച്ച് നല്ലപോലെ വറ്റിച്ചെടുക്കണം കേട്ടോ. ഒത്തിരി ചാറായിട്ട് എടുക്കരുത്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഒരു 2 കറിവേപ്പിലയും കൂടെ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. തിളച്ച എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നുണ്ട്. തീ നല്ലപോലെ ഇപ്പോൾ സിമ്മിലാക്കി ഇട്ടേക്കുവാ ഞാൻ. ചട്ടിയിലെ ചൂട് കൊണ്ടായി തിളയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. മൺചട്ടിയല്ലേ. അപ്പോൾ ഈ മുരിങ്ങയ്ക്കൊക്കെ ഇങ്ങനെ ഇരുന്ന് വെന്ത് വരുമ്പോൾ ഉണ്ടല്ലോ അതിനകത്തൊക്കെ ഉപ്പൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റായിട്ടോ. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കണേ നിങ്ങൾ. തീയലിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഒരു പപ്പടവും കൂട്ടിയൊക്കെ ചോറുണ്ണാനോ ഒരു രക്ഷയില്ല ഇതിന്. അപ്പോൾ അതാ ഇതുപോലെ നമുക്കൊന്ന് കുറച്ച് നേരം കൂടെ ഒന്ന് അടച്ച് വെച്ച് ഇത് ചെയ്യാം. കുറച്ച് നേരം കൂടെ ഒന്നിരിക്കട്ടെ. ഇച്ചിരി കൂടെ ഉപ്പൊക്കെ ഈ സമയം ഞാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ പരുവത്തിനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം കൂടെ ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ അതാ കണ്ടോ, ഒന്നുകൂടെ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് അങ്ങനെ കിടുക്കാച്ചിയായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ തീയൽ. കണ്ടോ, നല്ല അടിപൊളി തീയലാട്ടോ. ഇത്രയൊക്കെ മതിയാവും. ഇനി നമ്മളിത് ഒരു 10 മിനിറ്റ് അടച്ച് വയ്ക്കാം. മൺചട്ടിയല്ലേ, അപ്പോൾ ഒന്നുകൂടെ ഇത് വറ്റും. അപ്പോൾ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തു. ഇനി നമുക്കിത് വാങ്ങി വയ്ക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ കറിയായത് കേട്ടോ. കണ്ടോ, നല്ലപോലെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഒരു സർവീസ് പാത്രത്തിലേക്ക് ഞാനിത് മാറ്റി കാണിക്കുന്നുണ്ട്. കുറച്ച് മാത്രം നമ്മൾ ഒരു പാത്രത്തിൽ ഇരിക്കുന്ന കറി മറ്റൊരു പാത്രത്തിൽ ഒഴിച്ച് എടുത്ത് മാറ്റി കഴിഞ്ഞ് വീണ്ടും അതിലിട്ടിട്ടാൽ പെട്ടെന്ന് കറിയൊക്കെ വളിച്ചു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രം കോരി മാറ്റുന്നുണ്ട്. കണ്ടല്ലോ, നല്ല അടിപൊളി കറിയാണ്. അപ്പോൾ ഇത് ബാലൻസ് ഇരുന്നാലും നമുക്ക് പിറ്റേ ദിവസം നമ്മളിങ്ങനെ സൂക്ഷിച്ചൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും. അല്ലെങ്കിൽ എല്ലാം വേസ്റ്റായി പോകത്തില്ലേ, അതുകൊണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ ഈ സമയം കാണുന്നവരെയും എല്ലാവർക്കും ബായ്.